കാട്ടാക്കട LDF-ന്റെ സിറ്റിംഗ് സീറ്റ് IB സതീഷിന് എത്ര മാർക്ക്? 59.8 IB സതീഷിന്. റാങ്ക് 108. ഒരു യുവ MLA-ക്ക് അത് മതിയോ? 59.80 എബോവ് ആവറേജ്. മോശം എന്ന് പറയാൻ പറ്റില്ല, എബോ ആവറേജ് പെർഫോമൻസ്. കാട്ടാക്കട LDF-ന്റെ സിറ്റിംഗ് സീറ്റാണ്. കാട്ടാക്കടയുടെ മത്സര ചിത്രം രാഷ്ട്രീയമായ ആരാണ് കാട്ടാക്കടയിൽ മുന്നിൽ? അട്ടിമറി ഉണ്ടാവുമോ? വരട്ടെ സ്ക്രീനിൽ. ഇല്ല, LDF നിലനിർത്തും. LDF 35.9 മാർജിനേ ഉള്ളൂ. ടൈറ്റ് ഫൈറ്റ് ആണ്. 1.97 ടൈറ്റ് ഫൈറ്റ് ആണ്. NDA 30.05. PK കൃഷ്ണദാസ് വളരെ കൺസിസ്റ്റന്റ് ആയി അവിടെ വോട്ട് ഉയർത്തുന്നുണ്ട്. കൃഷ്ണദാസ് തന്നെയായിരിക്കും അവിടെ സ്ഥാനാർത്ഥി എന്നാണ് അറിഞ്ഞത്. അത് ഈ മൂന്ന് മുന്നണികളും തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുന്ന ടൈറ്റ് ഫൈറ്റ് ആണ്. അവിടെ ഒരു അല്പം മുന്നിൽ LDF എന്നേ ഉള്ളൂ. 35.96, 33.99, 30.05. IB സതീഷിന്റെ കാര്യത്തിൽ IB സതീഷ് മികച്ച സംഘാടകനാണ്. IB സതീഷ് ആദ്യ ടൈമിൽ മികച്ച MLA, അതായത് അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും ജയിച്ചു വരുന്നു. പിന്നെ അവിടെ അദ്ദേഹം കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ഈ കാർബൺ ന്യൂട്രൽ മണ്ഡലമാക്കി മാറ്റുക, ഇതൊക്കെ എനിക്ക് തോന്നുന്നു സാധാരണക്കാരിലേക്ക് എത്താത്തത് കൊണ്ടാണോ ഇത്രയും റേറ്റിംഗ് കുറഞ്ഞു പോയത്? അല്ല, ഇപ്പൊ ഈ LDF-ന് കിട്ടിയേക്കുന്ന ഈ നേരിയ എഡ്ജ് MLA എന്ന രീതിയിൽ IB സതീഷിനുള്ള എഡ്ജാണ്. ഓക്കെ, അപ്പം അദ്ദേഹമാണ് മത്സരിക്കാൻ പോകുന്നത്, അദ്ദേഹത്തിനുള്ള പിന്തുണയാണ്. പക്ഷെ എന്നാൽ നമ്മൾ ഇപ്പം CK ഹരീന്ദ്രൻ അല്ലെ മറ്റു മണ്ഡലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് നമ്മൾ ആ കാട്ടാക്കട, അരുവിക്കര, നെയ്യാറ്റിൻകര ആ ഭാഗം എടുക്കുമ്പോൾ ഒരു UDF അനുകൂല ട്രെൻഡ് എന്തോ അവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ BJP ഗണ്യമായി അവർക്ക് ഇപ്പം BJP ലിസ്റ്റിൽ തന്നെ ആദ്യ 5 സീറ്റുകൾ അവർ മത്സരിച്ച് ജയിച്ച് വരികയാണെങ്കിൽ അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഇപ്പം നേമവും വട്ടിയൂർക്കാവും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കാട്ടാക്കടയാണ് അവരുടെ ലിസ്റ്റിലേക്ക് വരുന്ന മണ്ഡലം. അപ്പോൾ അവിടെ BJPക്ക് വലിയ രീതിയിൽ വോട്ട്, ആ BJPയുടെ വോട്ട് ഷിഫ്റ്റ് കാട്ടാക്കടയിൽ LDF-ൽ നിന്നാണ് പോയിരിക്കുന്നത്. നമുക്ക് തോന്നുന്നു 30% മുകളിലുണ്ട്. ഈ MLA-മാർ ഇങ്ങനെ മണ്ഡലം നോക്കാൻ തുടങ്ങുന്നുണ്ട്. MLA-മാർ രാവിലെ 7 മണിക്ക് പുറപ്പെട്ടാൽ പിന്നെ ഒരു 9 മണിക്ക് ആകുമ്പോൾ വീട്ടിലെത്തുക. നല്ല സംവാദകരായി ടെലിവിഷൻ ഡിബേറ്റിനൊക്കെ വരാൻ സാധ്യതയുള്ള MLA-മാരെ ഒന്നും നേരിട്ട് കണ്ടപ്പോൾ ചോദിച്ചു, അയ്യോ എവിടെയാണ് സമയം എന്നുള്ളതാണ്. ഇതാണ് MLA-മാർ പൂർണ്ണമായും മണ്ഡലത്തിലായുള്ള കുഴപ്പം. അവർക്ക് ഗുണമാണ്, ദോഷമുള്ളവരുണ്ട്.